ഗർഭിണിയെ വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഇളമാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കവിളയിൽ 9 മാസം ഗർഭിണിയായ അശ്വതിയാണ് വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അശ്വതിയും ഭർത്താവും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിന് പോയി വന്നതിനു ശേഷം ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് തൂങ്ങി മരിച്ച നിലയിൽ അശ്വതിയെ കാണപ്പെട്ടത്. വാളകം അണ്ടൂർ സ്വദേശിയാണ് അശ്വതി. കഴിഞ്ഞ 3 വർഷക്കാലമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസക്കാരാണെന്ന് വാർഡ് മെമ്പർ ലേവി മനോജ് പറഞ്ഞു. മരണപ്പെട്ട അശ്വതി എന്ന് പറയുന്ന കുട്ടി അവരുടെ കുടുംബവും ഏതാണ്ട് 2-3 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ള നമ്മുടെ വാർഡിന്റെ അതിർത്തിയിൽ താമസിക്കുകയാണ്. അവരുടെ യഥാർത്ഥമായ സ്ഥലം എന്ന് പറയുന്നത് പയ്യന്റെ സ്ഥലം ഓയൂരാണ്. ഓയൂര് അവര് കുടുംബമായിട്ട് അവിടെ കഴിയും. ഇടയ്ക്ക് ഇവിടെയും അവർക്ക് വീടുണ്ട്. അപ്പൊ അവരിവിടെ ഇടയ്ക്ക് വന്ന് താമസിക്കും. അപ്പൊ ഈ ഒരു 2-3 മാസമായിട്ട് ഈ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവരിവിടെ താമസം. നമ്മുടെ ഇളമാട് PHC-യിലെ ആണ് അവിടുത്തെ നമ്മുടെ ആശാവർക്കറും നമ്മുടെ ഇവിടുത്തെ ഡോക്ടറുടെ ഒക്കെ പരിചരണത്തിലാണ് ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സംഭവം നടക്കുന്ന ഏകദേശം ഒരു 4 മണിയോട് കൂടി നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനൊരു അറിയിപ്പ് എനിക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരുടെ വീട്ടില് ഞാനും പോലീസുകാരോട് ഒപ്പം അവിടെ ചെല്ലുന്നു. ഇപ്പൊ ചെല്ലുമ്പോൾ നമ്മൾ ആ വീടെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവരുടെ ബന്ധുക്കളെ നമ്മൾ ബന്ധപ്പെട്ടപ്പോ ഞാൻ അറിഞ്ഞത് ഇന്ന് അവര് ഇതേ ദിവസം രാവിലെ ഭാര്യയും ഭർത്താവും കൂടി അവര് ചെക്കപ്പിന് പ്രഗ്നന്റ് ആണ്, 9 മാസമായി. അപ്പൊ ചെക്കപ്പിന് പോയതാണ്. പോയിട്ട് തിരികെ വന്നു. അവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളും ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് കഴിയുന്നത്. അപ്പൊ ഈ സമയത്ത് സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട സമയത്ത് വിളിക്കാനായി പോയ സമയത്താണ് ഇവര് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഈ പയ്യനെ എന്റെ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവൻ TV കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവള് ബാത്റൂമിലേക്ക് പോകാനായിട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആളിനെ കണ്ടില്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ ആളെ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് പയ്യൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പയ്യൻ ഇവന്റെ സഹോദരന്റെ ഭാര്യയും പിന്നെ അവരുടെ ബന്ധുക്കളെ ആരെയൊക്കെ വിളിച്ചു വരുത്തി പെട്ടെന്ന് അവര് ആശുപത്രിയിൽ ഒരു ആട്ടോ വിളിച്ച് നേരെ വാളകം മേഴ്സി ഹോസ്പിറ്റലാണ് ഫസ്റ്റ് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും മരണപ്പെട്ടു പോയി. ഉടനെ അവരവിടെ നിന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് പിന്നെ തുടർ നടപടിക്കായി കൊട്ടാരക്കര താലൂക്കിലേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് പോലീസ് ഇവിടെ വന്നു. CI ടീമും വന്നു. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പയ്യൻ പറഞ്ഞത്, ഞാൻ അവനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ അല്ല, ഒരു വിറക് കീറി തരുന്നതിനെ സംബന്ധിച്ച് പെങ്കച്ചിനോട് പിന്നെ അവള് പറഞ്ഞു, വിറക് കീറി തരുന്ന കാര്യം പറഞ്ഞു. അപ്പോ അതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ ചെറിയ എന്തോ ഒരു ഇതുണ്ടായി എന്നല്ലാതെ കാര്യമായ വേറെ ഒന്നും ഇല്ല എന്നാണ് ഈ പയ്യൻ നമുക്ക് മറുപടി നൽകിയത്. അപ്പോ ഞാൻ ഈ പെൺകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയുടെ യഥാർത്ഥമായ സ്ഥലം വാളകം അണ്ടൂരാണ്. അപ്പൊ അണ്ടൂർ അവരുടെ കുടുംബം അവരുടെ വീട്ടുകാരുമായിട്ടും നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ പെൺകുട്ടിയെ അവരുടെ നാട്ടിൽ, അതായത് വാളകം അണ്ടൂരാണ് ഇതിന് അവര് അടക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടേക്ക് ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി അടക്കുന്നു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത്, ഇവര് താമസിക്കുന്ന സ്ഥലം, ഈ പയ്യന്റെ അമ്മയ്ക്ക് അവരുടെ പേര് സരസു എന്നാണ്. സരസുവിന് തെലങ്കാന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിച്ച സ്ഥലവും അതിന്റെ വീടുമാണ് അവർക്കുള്ളത്. അതിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇത്രയാണ് നമുക്ക് ഇവരെ സംബന്ധിച്ചുള്ള വിവരം അറിയാവുന്നത്. കാരണം ഇവര് ഓയൂര് ആണ് ഇവരുടെ യഥാർത്ഥമായ സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് വരും പോകും. നമുക്ക് അത്രയും വിവരമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുള്ളത്. ഏതായാലും ഈ പോലീസ് അവരുടെ അന്വേഷണം അതിന്റെ ഭാഗമായി നടക്കട്ടെ. അത്രയാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് ലഭിച്ച അറിവുകളും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും ഇതാണ്. ജോലിക്കായി കർണാടകത്തിൽ പോയിരുന്ന അശ്വതിയുടെ ഭർത്താവ് മനു പ്രസവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെത്തിയത്. തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം വീട്ടിലെത്തിയ യുവതിയും ഭർത്താവും തമ്മിൽ വിറക് കീറുന്നതിനെ പറ്റി ചെറിയ വഴക്ക് നടന്നതായി വാർഡ് മെമ്പറോട് ഭർത്താവ് മനു പറഞ്ഞു. തുടർന്ന് ശുചിമുറിയിൽ പോയ ഭാര്യയെ കാണാതെ വന്നപ്പോഴാണ് മൃതദേഹം ശുചിമുറിയിൽ മുട്ടുകുത്തിയ നിലയിൽ കണ്ടതെന്നും മനു പറഞ്ഞു. ബന്ധുക്കളുടെ സഹായത്തോടുകൂടി യുവാവ് ഭാര്യയെ വാളകം മേഴ്സി ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മനുവും ഭാര്യയും മനുവിന്റെ ജ്യേഷ്ഠനും കുടുംബവും ഒന്നിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവം നടക്കുമ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കുവാനായി പോയിരിക്കുകയായിരുന്നു. പൂയപ്പള്ളി പോലീസ് മനുവിനെ രാത്രിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.